ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കുന്നത് കടലക്കറിയാണ്. വറുത്തരച്ച സ്പെഷ്യൽ പച്ചക്കറി ഇട്ടുള്ള കടലക്കറി. കടല കഴുകി ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിലിട്ട് വിസിൽ ചെയ്യുവാണ്. ക്യാരറ്റ് നമ്മൾ കുക്കറിലേക്ക് ഇടുവാണ്. ക്യാരറ്റ് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഉരുളക്കിഴങ്ങും ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം. കടലയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേകാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഭംഗിയായി കുക്കറിൽ അടച്ചു. കുക്കറിൽ 5 വിസിൽ, വെള്ളത്തിലിട്ട് ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് 5 വിസിൽ. എൻ്റെ കുക്കറിന് 5 വിസിൽ മതി. അത് ഓരോ കുക്കറിനനുസരിച്ചിരിക്കും. ഇനി നമുക്ക് കടലക്കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്: തക്കാളി, കറിവേപ്പില, ഇഞ്ചി, സവോള, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റാം. കുറച്ച് പെരുംജീരകം, ഒരു 3 ഏലക്ക. ഏലക്ക ഇട്ടാൽ നല്ല ഇറച്ചിക്കറിയുടെ മണവും രുചിയുണ്ടാവും. ഒരു 4 ഗ്രാമ്പു, പട്ട, ഒരു സ്റ്റാർ, പിന്നെ ബേ ലീഫ്. ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, ചുമപ്പ് കളറാകുന്ന വരെ. അതിനുശേഷം നമുക്ക് തേങ്ങ ഇടാം. എൻ്റെ കയ്യിൽ ഫ്രഷ് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ പൊടിയാണ് ഇടുന്നത്. ഫ്രഷ് തേങ്ങയാണ് ടേസ്റ്റ് കൂടുതൽ. തേങ്ങ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഒരു ചുമപ്പ് കളറാകുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് മൂക്കുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് വറുക്കാം. ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാൻ എടുത്തിട്ടുണ്ട്. ചെറു തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി എല്ലാം അരിയണം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്ക് പൊടികൾ തയ്യാറാക്കാം. കടലക്കറിക്ക് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണ് ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് കറിക്ക് കൊഴുപ്പ് കൊടുക്കുന്നത്, കാരണം ഞാൻ ഒരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ. ഈ മസാലകളെല്ലാം നേരത്തെ വറുത്ത അതിനകത്ത് നമുക്ക് മൂപ്പിക്കാൻ പറ്റും. ഞാൻ അത് മറന്നുപോയത്, കാരണം ഞാൻ സെപ്പറേറ്റ് മൂപ്പിച്ച് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ വെക്കുവാണ്. മസാല എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മറ്റേ അരപ്പിനൊപ്പം അരയ്ക്കാം. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയാണിത്. ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അരപ്പെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കടലയ്ക്ക് നമുക്ക് കൊഴുപ്പ് കൂടണമെന്നുണ്ടെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് വെന്ത കടലയും കൂടെ അരച്ചാൽ മതി. ഞാൻ അരച്ചില്ല. എന്തായാലും നമ്മുടെ ഈ അരപ്പ് തയ്യാറായിട്ടുണ്ട്. കടലക്കറിയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അത് കാരണം കൊണ്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്. ഉപ്പിടാൻ പോവുകയാണ് ഞാൻ. ആ മസാലയുടെ മണവും എല്ലാം ഇപ്പം ഇറച്ചിക്കറിയുടെ ഒരു മണവും എല്ലാം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറക്കാം. ഓൾറെഡി നമ്മൾ എണ്ണ അത് ചേർത്തിട്ടുണ്ടായിരുന്നു അരപ്പിനെ കൊണ്ട്. കുറച്ച് മതി കടുക് പൊട്ടാൻ വേണ്ടി മാത്രം. കടുക് ചേർക്കാം. നമുക്കിനി കടലക്കറിയിലേക്ക് കടുക് ചേർക്കാം. ലേശം മല്ലിയില ചേർക്കാം. അങ്ങനെ രുചികരമായ കടലക്കറി തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യം കൊഴുപ്പുണ്ട്. ഞാൻ അധികം ഡ്രൈ ആക്കിയില്ല. ചാറ് കുറച്ച് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അധികം ഡ്രൈ ആക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.